आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദി साहित्य के उपन्यास सम्राट, कहानी सम्राट मुंशी प्रेमचंद, उनका एक प्रसिद्ध बाल मनोवैज्ञानिक कहानी है ईदगाह. पिछले कक्षा में हमने पढ़ा कि रमज़ान के 30 रोज़े के बाद ईद आई, तब गांव में सब लोग ईदगाह को जाने के लिए तैयार हो रहे हैं. इसी बीच हमारा नायक हामिद, जो 4-5 साल का गरीब दुबला पतला लड़का, जिसका बाप और माँ मर चुके हैं, केवल दादी माँ है, वो भी ईदगाह को जाने के लिए तैयार हो रहे हैं. सभी बच्चों के पास पैसा है खिलौने, मिठाइयाँ, गेंद आदि खरीदने के लिए. इतना ही हमने पिछले कक्षा में पढ़ा था. चलते हैं आगे की ओर. पिछले कक्षा में हमने उनकी यानी हामिद की माँ बाप के बारे में पढ़ रहा था. उनकी माँ जो है, उनको पीली होती होती एक दिन मर गई. किसी को पता ना चला क्या बीमारी है. അവൻ്റെ അമ്മയ്ക്ക് എന്താണ് അസുഖമെന്ന് ആർക്കും മനസ്സിലായില്ല. അങ്ങനെയാണ് മരിച്ചത്. എന്തോ വലിയ അസുഖമായിരുന്നു, വിളർച്ച പോലത്തെ അസുഖമായിരുന്നു. പക്ഷെ എന്തായിരുന്നു എന്ന് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ പെട്ടെന്ന് മരിക്കുകയായിരുന്നു. കഹത്തി ബി തോ കോൻ സുന്നേ വാലാ താ. ഇനി അഥവാ അമ്മ പറയുകയാണ്, അസുഖത്തെപ്പറ്റി പറയുകയാണെങ്കിലും അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ അടുത്ത് ചികിത്സിക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഉनके पास चिकित्सा के लिए, इलाज करने के लिए कोई पैसा नहीं है. दिल पर जो कुछ बीतती थी वह दिल में ही सहती थी. മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് മനസ്സിൽ തന്നെ സഹിക്കുമായിരുന്നു. और जब ना सहा गया तो संसार से विदा हो गई. അങ്ങനെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ ലോകത്ത് വിട പറഞ്ഞ് അവർ പോയത്. अब हामिद अपनी बूढ़ी दादी आमिना की गोद में सोता है. ഇപ്പോൾ നമ്മുടെ ഹാമിദ്, ഈ കഥയിലെ നായകൻ, തൻ്റെ വൃദ്ധയായ ദാദിയുടെ, അവരുടെ പേര് ആമിന എന്നാണ്, അവരുടെ മടിയിലാണ് ഉറങ്ങുന്നത്. എപ്രകാരമാണോ ഉറങ്ങുന്നത് അത്രയ്ക്കും പ്രസന്നനാണവൻ. ഉസ്കെ അബ്ബാജാൻ റുപ്പേ കമാനെ ഗയേ ഹെ. അവൻ്റെ അബ്ബാജാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ പിതാവ്, പൈസ ഉണ്ടാക്കാനാണ് പോയിരിക്കുന്നത്. ബഹുത് സി തൈലിയാം ലേക്കർ ആയെങ്കിൽ, ഒരുപാട് സഞ്ചികളുമായിട്ട് അദ്ദേഹം തിരിച്ചു വരും. അതുപോലെ തന്നെ അമ്മിജാൻ അല്ലാ മിയാ കെ ഘർ സെ ഉസ്കെ ലിയെ ബഡി അച്ചി അച്ചി ചീസേ ലാനെ ഗയി ഹെ. അവൻ്റെ അമ്മയും, അമ്മിജാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മദർ, അള്ളാഹുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. നല്ല നല്ല സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഇസ്ലിയെ ഹാമിദ് പ്രസന്ന ഹെ. അതുകൊണ്ടാണ് ഹാമിദ് സന്തോഷവാനായിട്ട് ഇരിക്കുന്നത്. ദാദിയം, അതായത് അവൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ അച്ചമ്മ, അവനെ ഇപ്രകാരമാണ് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അച്ഛനും അമ്മയും പൈസയും സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് എന്ന്. ആശ തോ ബഡി ചീസ് ഹെ ഓർ ഫിർ ബച്ചോं की ആശ. ഈ ആശകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്.
ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുന്ന പോലെയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ആശ എന്ന് പറഞ്ഞാൽ എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉൻകി കൽപ്പന തോ റായി ക പർവ്വത് ബനാ ലേത്തി ഹെ. അവൻ്റെ സങ്കല്പങ്ങൾ റായി ക പർവ്വത് ബനാ ലേത്തി ഹെ. ഈ ആശ കൂടിക്കൂടി അവൻ്റെ സങ്കല്പങ്ങളെല്ലാം നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് അത് വലുതാകും. റായി ക പർവ്വത് ബനാ ലേന എന്ന് പറഞ്ഞാൽ വലുതാവുക, സങ്കല്പങ്ങളൊക്കെ വലുതാവുക. പ്രേംചന്ദ് തൻ്റെ കഹാനികളിൽ, തൻ്റെ കഥകളിൽ പഴഞ്ചൊല്ലും ഒരുപാട് ശൈലികളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ ഒന്നാണ് റായി ക പർവ്വത് ബനാ ലേന. നിസ്സാര കാര്യങ്ങൾ വലുതാക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഹാമിദ് കെ പാവ് മേ ജൂത്തെ നഹി ഹെ, സിർ പർ എക് പുരാനി ധുരാനി ടോപ്പി ഹെ. ഹമീദിൻ്റെ കാലുകളിൽ ചെരുപ്പില്ല, ഷൂ ഇല്ല. സിർ പർ എക് പുരാനി ധുരാനി ടോപ്പി ഹെ. അതുപോലെ തന്നെ തലയിൽ ഒരു പഴയ തൊപ്പിയാണ് ഉള്ളത്. ജിസ്ക ഗോട്ട കാല പട് ഗയാ ഹെ. ആ തൊപ്പിയുടെ നാട്ട എന്ന് പറഞ്ഞാൽ അതിന് മിനുക്കുപണികളൊക്കെ ചെയ്തിട്ട് തുന്നിപ്പിടിപ്പിക്കുന്ന ഒന്നാണ് ഗോട്ട. ആ തൊപ്പിയിൽ, ആ വെള്ളത്തൊപ്പിയിൽ ആ നാട്ട, ആ കസവിൻ്റെ നാട്ട കാല പട് ഗയാ ഹെ, കറുത്തു പോയിരിക്കുകയാണ്. അത്രയ്ക്കും പഴയതാണ് എന്നാണ് അർത്ഥം. ഫിർ ഭി വഹ് പ്രസന്ന ഹെ. എന്നാലും അവൻ വളരെ സന്തോഷവാനാണ്. ജബ് ഉസ്കെ അബ്ബാജാൻ തൈലിയാം ഓർ അമ്മിജാൻ നിയാമത്തെ ലേക്കർ ആയേഗി തോ വഹ് ദിൽ കെ അർമാൻ നിഖാൽ ലേഗ. എപ്പോഴാണോ അവൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് പൈസയും സഞ്ചിയുമായിട്ട് വരുന്നത്, അന്ന് അവൻ്റെ മനസ്സിൽ നിന്ന് ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ എടുത്തു കളയും. അതുവരെ അവൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ് ഉള്ളത്. അച്ഛനും അമ്മയും വരും, ഒരുപാട് പൈസയും സഞ്ചിയുമൊക്കെ ആയിട്ട് വരുമെന്ന സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ. തബ് ദേഖേഗ മഹമ്മൂദ്, മുഹസിൻ, നൂറെ ഓർ സമ്മി കഹാൻ സെ ഉത്തനെ പൈസെ നിഖാലെങ്കെ. അപ്പോൾ കാണാം മഹമ്മൂദും അവൻ്റെ സുഹൃത്തുക്കളായ മഹമ്മൂദും മുഹസിനും നൂറെ ഓർ സമ്മി എവിടെ നിന്നാണ് പൈസ കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം എന്ന് അവൻ ചിന്തിക്കുകയാണ്. അഭാഗ്നി ആമിന അപ്നി കോട്ടരി മേ ബേട്ടി രോ രഹി ഹെ. ഭാഗ്യമില്ലാത്തവളായ ആമിന, അവൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ അച്ചമ്മ, തൻ്റെ ചെറിയ മുറിയിൽ, കോട്ടരി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മുറിയാണ്, അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അവൻ്റെ അവസ്ഥ കണ്ടിട്ട്, കുട്ടിയുടെ ആഗ്രഹങ്ങൾ കണ്ടിട്ട്, കുട്ടിയുടെ സ്വപ്നങ്ങൾ കണ്ടിട്ട്. ആ ജീദ് ക ദിൻ ഓർ ഉസ്കെ ഘർ മേ ദാന നഹി. അതുമാത്രമല്ല, ഇന്ന് ഈദായിട്ട്, പെരുന്നാളായിട്ട് അവരുടെ വീട്ടിൽ ഒരു പിടി ധാന്യം പോലുമില്ല. ആജ് ആബിദ് ഹോത്താ തോ ക്യാ ഇസി തരഹ് ഈദ് ആത്തി ഓർ ചലി ജാത്തി. ഇന്ന് ആബിദ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതേപോലെ തന്നെ ഇത് വരുമായിരുന്നു, അതുപോലെ പോകുമായിരുന്നു. ഇവിടെ ആബിദ് എന്ന് ഉദ്ദേശിച്ചത് അവരുടെ മകനായിരിക്കാം. അതായത് നമ്മുടെ നായകൻ്റെ ഹാമിദിൻ്റെ പിതാവായിരിക്കാം. ഈ സന്തകാർ ഓർ നിരാശാമേ വഹ് ഡൂബി ജാരി ഹിത്തി. ഈ അന്ധകാരത്തിലും നിരാശയിലും മുഴുകിയിരിക്കുകയായിരുന്നു ആ അമ്മ, ആ ഉമ്മ. കിസ്നെ ബുലായാത്ത ഇസ് നിഗോഡി ഈദ് കോ. ആരാണ് ഈ ഭാഗ്യം കെട്ട, നിഗോഡി എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ട ഈ ഈദ്, ഈ പെരുന്നാളിനെ ആരാണ് വിളിച്ചു വരുത്തിയത്? ഈസ് ഘർ മേ ഉസ്കാ കാം നഹി ഹെ ലേക്കിൻ ഹാമിദ്. ഈ വീട്ടിൽ അതിനൊരു ആവശ്യവുമില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല, അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് അർത്ഥമാക്കിയത്.
ഇത് ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ഹാമിദ്, ഉസെ കിസിക്ക് മർനെ ജീനെ സെ ക്യാ മത്ലബ്. അവനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞു പ്രായമാണ് അവനുള്ളത്. അവനെ സംബന്ധിച്ച് മരിക്കുക ജീവിക്കുക എന്നതിൽ അവനെന്താണ് അറിയുക? ഉസ്കെ അന്തർ പ്രകാശ്, അവൻ്റെ ഉള്ളിൽ വെറും പ്രകാശം മാത്രമാണുള്ളത്. ജീവിതത്തെപ്പറ്റിയോ മരണത്തെപ്പറ്റിയോ ഒന്നും അവനൊന്നും അറിയില്ല. അതുപോലെ ബാഹർ ആശ, അത് അവൻ്റെ പുറത്ത് ആശയും അകത്ത് പ്രകാശവുമാണുള്ളത്. അത്രയ്ക്കും നിഷ്കളങ്കനാണ് എന്നാണുള്ളത്. വിപത്തി അപ്ന സാരാ ധൽ ഭൽ ലേക്കർ ആയേ. ഹമീദ് കി ആനന്ദ് ഭരി ചിതവൻ ഉസ്കാ വിധ്വംസ് കർ ദേഗി. ഇങ്ങനെ ഇതുപോലെയുള്ള പാവപ്പെട്ട വീടുകളിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആപത്തൊക്കെ ഗ്രൂപ്പായിട്ടാണ്, വളരെ ശക്തിയോട് കൂടിയാണ് വരുന്നത്. ഹാമിദ് കി ആനന്ദ് ഭരി ചിതുവൻ, അവൻ്റെ ആനന്ദത്തോടു കൂടിയുള്ള അവൻ്റെ നോട്ടം. ചിതുവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൃഷ്ടി, നോട്ടം, അവരുടെ ആ ഉമ്മയുടെ ഉസ്ക വിധ്വംസ് കർ ദേഗി, അവരെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതാണ് വിധ്വംസ്. അതായത് അവർക്ക്, ആ ഉമ്മയ്ക്ക് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു വിഷമമാണ് അവർക്ക്. ആ കുഞ്ഞിൻ്റെ, ഹാമിദിൻ്റെ മുഖം കാണുമ്പോൾ ആ ഉമ്മയ്ക്ക് വളരെ സങ്കടം തോന്നുന്നു. हामिद भीतर जाकर दादी से कहता है, तुम डरना नहीं अम्मा. ഹാമിദ് അകത്ത് പോയി, റൂമിൽ പോയിട്ട് തൻ്റെ ദാദിയോട്, തൻ്റെ അച്ഛമ്മയോട് പറയും, തും ഡർന നൈ അമ്മ, പേടിക്കേണ്ട അമ്മ, മേ സബ്സെ പെഹലെ ആവുക, ഞാൻ ഏറ്റവും ആദ്യം വരും. ബിൽക്കുൽ ന ഡർന, ഞാൻ ഈദ്ഗാഹിന് പോയിട്ട് വേഗം വരും, ഏറ്റവും ആദ്യം വരും, പേടിക്കണ്ട എന്ന് പറയും. ആമിന ക ദിൽ കച്ചോട് റഹാ ഹൈ, ആമിനയുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. കച്ചോട് റഹ എന്ന് പറഞ്ഞാൽ വേദനിക്കുക. ഗാവ് കെ ബच्चे അപ്നെ അപ്നെ ബാപ് കെ സാത്ത് ജാ രഹേ ഹൈ, ആ ഗ്രാമത്തിലുള്ള കുട്ടികളെല്ലാവരും അവരുടെ പിതാവിൻ്റെ കൂടെയാണ് പോകുന്നത്. പക്ഷേ ഹാമിദിന് പിതാവോ മാതാവോ ഇല്ല, കേവലം ദാദി മാത്രമാണുള്ളത്. ഹാമിദ് ക ആമിന കെ സിവ ഓർ കോൻ ഹെ, ആമിന അല്ലാതെ ഹാമിദിന് വേറെ ആരാണുള്ളത്? ഉസെ കേസെ അക്കേലെ മേലെ മേ ജാനെ ദേ, എങ്ങനെ ഈ മേളയിൽ അവനെ പറഞ്ഞു വിടും ഒറ്റയ്ക്ക്? ഉസ് ഭീഡ് ഭാഡ് മേ ബച്ച കഹി ഖോ ജായേ തോ ക്യാ ഹോ, ആ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ട്, ബഹളത്തിനിടയിൽപ്പെട്ട് കുട്ടിയെ കാണാണ്ടായാലോ? നഹി ആമിന ഉസെ യോ ന ജാനെ ദേഗി, ഇല്ല, എനിക്ക് ആമിന അവനെ ഇങ്ങനെ വിടാൻ സാധിക്കില്ല, ഇങ്ങനെ വിടില്ല. നന്നി സി ജാൻ, കുഞ്ഞു ജീവൻ. 3 കോസ് ചലേഗ കൈസെ, 3 മൈലോളം. 3 കോസ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽ ദൂരം. എങ്ങനെയാണ് നടന്നു പോവുക ഈ കുഞ്ഞു ജീവൻ? പയർമേ ചാലേ പട് ജായെങ്കെ, പയർമേ ചാലേ പട് ജാന എന്ന് പറഞ്ഞാൽ കാല് വേദനിക്കും, അവൻ്റെ ആ ചെറിയ കാല് വേദനിക്കും, ഇത്രയും ദൂരം പോകണ്ടേ ഈദ്ഗാഹിന് പങ്കെടുക്കാൻ. ജൂത്തെ ബി തോ നഹി ഹേ, അവൻ്റെ കാലുകളിൽ ചെരുപ്പോ ഷൂവോ ഒന്നുമില്ല. वो थोड़ी थोड़ी दूर पर उससे गोद ലേഗി, കുറച്ച് ദൂരം വരെ ദാദിയമ്മ അവനെ ഒക്കത്ത് എടുക്കും. ഗോതമേലേന, ഒക്കത്തെടുക്കുക. ലേക്കിൻ യഹാം സൈവയ്യ കോൻ പക്കായേക, പക്ഷേ അവനെ ഒക്കത്തെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന പലഹാരം ആരുണ്ടാക്കും എന്നാണ് സ്വയം ചോദിക്കുകയാണ് ഇവിടെ ദാദിയമ്മ. പൈസ ഹോത്തെ തോ ലോട്ടെ ലോട്ടെ സബ് സാമഗ്രി ജമാ കർക്കെ ചട്പട്ട് ബനാ ലേത്തി, പൈസ ഉണ്ടായിരുന്നെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കൂട്ടിവെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമായിരുന്നു. ചട്പട്ട്, പെട്ടെന്ന്. ജമാ കർക്കെ, കൂട്ടിവെക്കുക.
यहाँ तो घंटों चीज़ें ജമാ കർത്തേ ലഗേങ്കെ. നമ്മുടെ ഈ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയാണ് പറയുന്നത്, ആമിനയുടെ അവസ്ഥയാണ്. ഇവിടെ സാധനങ്ങൾ കൂട്ടി വെക്കണമെങ്കിൽ മണിക്കൂറോളം പിടിക്കും. മാംഗെ ഹി കാ തോ ഭരോസ ടഹ്റ. ഇനിയിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് സാധനങ്ങൾ വാങ്ങി വരികയാണെങ്കിൽ അതിന് വിശ്വാസം വേണം. ഒരാളെ കയ്യിൽ പൈസ ഇല്ല, ദാരിദ്ര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും കൊടുക്കില്ല. ഉസ് ദിൻ ഫഹീമൻ കെ കപ്പടെ സിയത്തെ. ആ ദിവസം ഫഹീമൻ എന്ന് പറയുന്ന ആളുടെ വസ്ത്രം തുന്നിയിരുന്നു നമ്മുടെ ദാദിമ. വസ്ത്രം തയ്ച്ചു കൊടുത്തിരുന്നു ഫഹീമൻ്റെ. 8 ആനയെ പൈസ മിലേത്തെ. അതിലൂടെ 8 അണ കിട്ടിയിരുന്നു. ഉസ് 8 അനി കോ ഇമാൻ കി തറ ബച്ചാത്തി ചലി ആത്തി തി. വളരെ സേഫായിട്ട്, ഇമാൻ കി തറ എന്ന് പറഞ്ഞാൽ വളരെ സേഫായിട്ട് ആ 8 അണ കിട്ടി. ആ വസ്ത്രം തുന്നിയിട്ട് കിട്ടിയ ആ 8 അണ, ആ പൈസ വളരെ സൂക്ഷിച്ച് കൊണ്ടുവന്നിരുന്നു. ഇസി ഈദ് കെ ലിയെ, ഈ ഈദിന് വേണ്ടിയിട്ട്. ലേക്കിൻ കൽ ഗ്വാലൻ സിർ പർ സവാർ ഹോ ഗയി തോ ക്യാ കർത്തി. പക്ഷേ നാളെ ഗ്വാലൻ എന്ന് പറഞ്ഞാൽ പാൽക്കാരിയാണ്, ഇടയ സ്ത്രീ എന്നാണ് ഗ്വാലൻ്റെ അർത്ഥം. അവർ വന്നിട്ട്, പാൽക്കാരി വന്നിട്ട് വരികയാണെങ്കിൽ എന്തു ചെയ്യും? കാരണം അവർ പൈസയ്ക്ക് വേണ്ടി വരും. അവരുടെ അടുത്ത് നിന്ന് പാല് വാങ്ങിക്കുന്നുണ്ടാവാം. ഹാമിദ് കെ ലിയെ കുച്ച് നഹി ഹെ. ഹാമിദിന് വേണ്ടിയിട്ട് ബാക്കി വയ്ക്കാൻ ഒന്നുമില്ല. तो 2 പൈസ ഹാമിദ് കി ജേബ് മേ 5 ആമിന കെ ബട്വേ മേ. അങ്ങനെയാണെങ്കിൽ 2 പൈസ ഹാമിദിൻ്റെ പോക്കറ്റിലും, അതുപോലെ ബാക്കി 5 പൈസ നമ്മുടെ ആമിനയുടെ പണസഞ്ചിയിലും. ബട്വേ എന്ന് പറഞ്ഞാൽ പണസഞ്ചിയാണ്. യഹി തോ ബിസാത്ത് ഹെ. ഇതാണ് അവരുടെ മൂലധനം. ഓർ ഈദ് ക ത്യോഹാർ. ഇതാണ് ഈദിൻ്റെ, അവരുടെ പെരുന്നാൾ ഉത്സവം. അല്ലാഹി ബേട പാർ ലഗാവേ. അള്ളാഹു വിചാരിക്കണം കരകയറ്റാൻ. ബേട പാർ ലഗാവേ എന്നാൽ കരകയറുക. അവരെ കരകയറ്റണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം എന്നാണ് ദാദിമയിലൂടെ നമ്മുടെ പ്രേംചന്ദ് പറയുന്നത്. ധോബൻ और नाइन और मेहतरानी और चूड़ीहारिन सभी तो आएगी. ധോബൻ എന്ന് പറഞ്ഞാൽ അലക്കുന്ന ആൾ, ഓർ നായിൻ എന്ന് പറഞ്ഞാൽ ബാർബറാണ്, ഓർ മെഹ്ത്രാണി എന്ന് പറഞ്ഞാൽ തോട്ടക്കാരിയാണ്, ഓർ ചൂടിഹാരിൻ എന്ന് പറഞ്ഞാൽ വളക്കാരിയാണ്, വള വിൽക്കുന്ന ആൾ. എല്ലാവരും വരും ഈ ഉത്സവത്തിന്. എല്ലാ ജോലിയിൽപ്പെട്ട വ്യത്യസ്തരായ ആൾക്കാരും ഇതിൽ പങ്കെടുക്കും. അത് ധോബൻ ആയിക്കോട്ടെ, നായിനായിക്കോട്ടെ, മെഹ്ത്രാണി ആയിക്കോട്ടെ, ചൂടിഹാരിനായിക്കോട്ടെ, എല്ലാവരും പങ്കെടുക്കും. तो आज का कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. तो आज हम दादी माँ की यानी हामिना की दर्द भरी चिंता अपनी हामिद के बारे में, और ईद को कैसे ईद में उस त्यौहार को कैसे पार कर सकेंगे, घर की हालत कैसा है, ये सब हम आज पढ़ा. ഇന്ന് നാം നമ്മുടെ ആമിനയുടെ, ഹാമിദിൻ്റെ ദാദിമ, അവരുടെ ദുഃഖം നിറഞ്ഞ സങ്കടങ്ങൾ, മനസ്സിലെ ദുഃഖങ്ങൾ, അവരുടെ വീടിൻ്റെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. എല്ലാവർക്കും
ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.